നമസ്കാരം. വീടുകളിൽ രാവിലെയും വൈകിട്ടും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണ് ഏവരും. രാവിലെയും ഇങ്ങനെ വൈകുന്നേരവും വിളക്ക് തെളിയിക്കുന്ന വീടുകളിൽ സദാസമയവും സന്തോഷവും സമാധാനവും കളിയാടുന്നതാണ്. നിലവിളക്ക് എത്ര നേരം കത്തിച്ചു വയ്ക്കണം എന്നതിൽ ചിലർക്കെങ്കിലും ഒരു സംശയമുണ്ടാകും. യഥാർത്ഥത്തിൽ വിളക്കിലെ എണ്ണ വറ്റുന്നതുവരെ കത്തിച്ചു വയ്ക്കണമെന്നാണ് കണക്ക്. എങ്കിലും സന്ധ്യ കഴിയുമ്പോൾ വിളക്ക് അണയ്ക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. തിരികൾ അണയ്ക്കുമ്പോൾ ഊതി കെടുത്താനായി ശ്രമിക്കാതിരിക്കുക. പുഷ്പം ഉപയോഗിച്ച് വേണം തിരി കെടുത്തുവാനായിട്ട്. അല്ലാതെ ഊതി കെടുത്തുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. വിളക്ക് കത്തിക്കഴിഞ്ഞ ശേഷം അതിൽ ബാക്കി തിരി അവശേഷിക്കാറുണ്ട്. പലർക്കും ഈ തിരി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ചിലർ അത് വലിച്ചെറിയാറും പതിവുണ്ട്. വിളക്കിനെ ശേഷിക്കുന്ന തിരി അതിനെ ഒരിക്കലും ഒരു മാലിന്യമായിട്ട് കണക്കാക്കി വലിച്ച് അലക്ഷ്യമായി എറിയുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ ചെയ്യുന്നത് അശുഭകരമായ ഒരു കാര്യമാണെന്നത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് തിരി ഏതെങ്കിലും വൃത്തിയുള്ള സ്ഥലത്ത് കളയാവുന്നതാണ്. കൂടാതെ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ, നല്ല പൂത്തുലഞ്ഞ് നിൽക്കുന്നതാകട്ടെ, അതായത് പച്ചിലപ്പോട് നിൽക്കുന്ന ഒരു മരത്തിന് ചുവട്ടിൽ ഇത് ഇടാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് ഭാഗ്യം കടന്നു വരുന്നതിന് ഇങ്ങനെ ആ തിരി മാലിന്യമായി കണക്കാക്കാതെ വലിച്ചെറിയാതെ ഈ ചെയ്യുന്നതിലൂടെ ഒരു ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് ഇന്ന് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി വിളക്ക് കത്തിയതിന് ശേഷം അവശേഷിക്കുന്ന തിരി അത് കത്തിക്കഴിഞ്ഞതല്ലേ എന്ന് കരുതി വലിച്ചെറിയാതിരിക്കുക. വളരെ വലിയ ദോഷമാണ് നിങ്ങൾ വരുത്തി വയ്ക്കുന്നത് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതൊരിക്കലും അലക്ഷ്യമായി കളയാനോ അത് ചവിട്ടാനോ ഒന്നും പാടുള്ളതല്ല. ഒരു മരത്തിന് ചുവട്ടിലായിട്ട് നിങ്ങൾക്കിടാം, അല്ലെങ്കിൽ നല്ലൊരു മണ്ണിന് കുഴിച്ചിടുന്നതും വിഷയമുള്ള കാര്യമല്ല. അല്ലാത്ത പക്ഷം ഇത് വാസ്തു സംബന്ധമായിട്ടാണെങ്കിലും അല്ലാതെയും ഇത് ദോഷത്തിനും പാപത്തിനും ഒക്കെയാണ് കാരണമായി ഭവിക്കുന്നത്.